ഒരു റക്അത്തിൽ ഇപ്പൊ സൂറത്തിന്റെ ഏതാനും ഭാഗങ്ങൾ നമുക്ക് ഓതാവുന്നതാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. പക്ഷേ എങ്കിലും വിഷയത്തിന്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി സൂചിപ്പിക്കണം. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആദ്യകാലത്ത് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഈ സൂറത്ത് ഓതുക എന്ന് പറഞ്ഞാൽ ആ സൂറത്ത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഓതണം. കാരണം നമുക്ക് ചെറിയ ചെറിയ സൂറത്തുകളെ നാട്ടിൽ നിന്ന് കേട്ട് പരിചയമുള്ളൂ. പിന്നീട് നമുക്ക് ഇവിടെയൊക്കെ വന്നപ്പോൾ പലർക്കും മനസ്സിലായി അങ്ങനെയല്ല, ഖുർആനിന്റെ നമുക്കറിയാവുന്ന ഏത് ഭാഗത്തു നിന്നും ഓതാം. കാരണം റസൂലുള്ള ഫാത്തിഹ ഓതിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ സഹാബത്തിനോട് പറഞ്ഞത് സുമ്മ ഖിറഅ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ എന്നാണ്. പിന്നീട് നിനക്ക് എളുപ്പമുള്ളത്, നിനക്ക് ഏതാണ് ഖുർആനിൽ നിന്ന് അറിയാവുന്നതെങ്കിൽ അത് പാരായണം ചെയ്യുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരു സൂറത്ത് ഫുള്ള് പാരായണം ചെയ്യാൻ കഴിയോ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഒരായത്താണ് കഴിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഖുർആനിന്റെ ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് ഓതാൻ കഴിയാവുന്നതെങ്കിൽ അങ്ങനെ ഓതാവുന്നതാണ്. എങ്ങനെയും ഓതാം. ഖത്താദ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, കുല്ലുൻ കിതാബുല്ലാഹ്, എവിടുന്ന് ഓതിയാലും പടച്ചോന്റെ കിതാബിന്റെയാണല്ലോ, അതുകൊണ്ട് അതിന് വിരോധമില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇനി അതേപോലെ തന്നെ ഇനി ഒരാൾ എല്ലാ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരൊറ്റ സൂറത്തിന്റെ ഓതി എന്ന് വിചാരിക്കുക, എന്നാ വല്ല കുഴപ്പമുണ്ടോ? ഒരാൾ ഫാത്തിഹ ഓതി കഴിഞ്ഞു, ആദ്യത്തിൽ ഖുൽ ഹുവല്ലാഹ് ഓതി, രണ്ടാമത്തിലും ഖുൽ ഹുവല്ലാഹ് ഓതി. വേറൊരാളും ചെയ്യുന്നു എല്ലാ ഓത്തിന്റെ ആദ്യത്തിലും ഖുൽ ഹുവല്ലാഹ് കൊണ്ട് തുടങ്ങിയിട്ട് പിന്നെയാണ് വേറെ സൂറത്ത് ഓതുന്നത്. ഇങ്ങനെയൊക്കെ പ്രവാചകന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. ഒരു സംഭവം അനസ് റളിയല്ലാഹു തആല അൻഹു ആണ് പറയുന്നത്, കാന റജുലുൻ മിനൽ അൻസാരി യഉമ്മുഹും ഫീ മസ്ജിദി ഖുബാ. ഒരാള് അൻസാരികളിൽ നിന്നുള്ള സഹാബി ഖുബാ പള്ളിയിൽ ഇമാമായിട്ട് നിൽക്കാറുണ്ടായിരുന്നു. സഹാബി പറയാം, അദ്ദേഹത്തിന്റെ പതിവ് എന്താണ്? വകാന കുല്ലമസ്തതഹ സൂറ യഖറഉ ബിഹാ ലഹും ബിസ്സലാ മിമ്മാ തഖറഉ ബിഹി ഇഫ്തതഹ ബിഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖറഅ മിൻഹാ. അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് പിന്നെ വേറെ സൂറത്ത് ഓതുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് എല്ലാ റക്അത്തിലും അദ്ദേഹം ഖുൽ ഹുവല്ലാഹ് ഓതും. ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, പിന്നെ വേറൊരു സൂറത്ത് ഓതി. ഇതെല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതിക്കഴിഞ്ഞ ഉടനെ ഖുൽ ഹുവല്ലാഹ് ഓതിയിട്ട് വേറൊരു സൂറത്ത് അദ്ദേഹം ഓതും. സുമ്മ യഖറഉ സൂറത്തൻ നുഖ്റാ മഅഹ ഫകാന യസ്നഉ ദാലിക ഫീ കുല്ലി റക്അ. എല്ലാ റക്അത്തിലും ഈ സ്വഹാബി ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാത്ത റക്അത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല. അങ്ങനെ തന്നെ എന്ന് ഓതും. ഫകല്ലമഹു വസ്വഹാബുഹു. അപ്പൊ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇതൊരു ചർച്ചയായി, എന്താണ് ഇപ്പൊ നമ്മളെ ഇമാമ് ഏത് ഫാത്തിഹ കഴിഞ്ഞാലും ഖുൽ ഹുവല്ലാഹ് ഓതിയിട്ടല്ലേ വേറൊരു സൂറത്ത് ഓതുന്നുള്ളൂ, അതെന്താ പ്രശ്നമായി? അപ്പൊ ഫഖാലു, അവർ ഇമാമിനോട് സംശയം ചോദിക്കാൻ ചെന്നു. ഇന്നക തഫ്തതിഹു ബിഹാദിഹി സൂറ, നിങ്ങൾ എന്നും ഈ സൂറത്ത് കൊണ്ടാണല്ലോ ആരംഭിക്കുന്നത്. സുമ്മ ലാ തറ അന്നഹാ തുജ്ദിയുക, എന്നാ അതുകൊണ്ട് മതിയാക്കി റുകൂയിലേക്ക് പോകാതെ ഹത്താ തഖറഅ ബി ഉഖ്റ, നിങ്ങൾ വേറൊരു സൂറത്തും പാരായണം ചെയ്യുന്നുണ്ട് താൻ. ഫഇമ്മാ തഖറഅ ബിഹാ, ഒന്നുകിൽ നിങ്ങൾ ഇത് മാത്രം ഓതി റുകൂയിലേക്ക് പോകണം. വഇമ്മാൻ തദാഹാ വതഖറഅ ബി ഉഖ്റ, അല്ലെങ്കിൽ ഈ പണി ഒഴിവാക്കി വേറെ സൂറത്ത് ഓതുന്ന പരിപാടി തുടങ്ങണം. ഫഖാല, അപ്പൊ ഇമാമിന്റെ മറുപടി, മാ അന ബിതാരിഖിഹ, ഒരിക്കലും ഞാനത് ഉപേക്ഷിക്കൂല, ഞാൻ ഈ തുടർന്ന് വരുന്ന സമ്പ്രദായം ഞാൻ ഒഴിവാക്കൂല. ഇൻ അഹ്ബബ്തും അൻ ഉമ്മക്കും ബിദാലിക ഫഅൽതു, ഇത് ചെയ്തിട്ട് നിങ്ങളെ ഇമാമായിട്ട് ഞാൻ നിൽക്കണോ എങ്കിൽ എന്നെ തുടർന്നാ മതി. വൈൻ കരിഹ്തും, നിങ്ങൾക്കിത് വെറുപ്പാണെങ്കിൽ തറക്കുത്തുക്കും, ഞാൻ മാറിന്നോളാം, ഇമാം സ്ഥാനത്ത് നിന്ന് ഞാനാണ് മാറിന്നോളാം, വേറെ ആള് നിന്നോളിൻ. വകാനു യറൗന, എന്നാൽ ബാക്കിൽ നിൽക്കുന്ന മഅ്മൂമിങ്ങളൊക്കെ അഭിപ്രായം അന്നഹു മിൻ അഫ്ദലിഹി, അയാൾ തന്നെയാണ് കൂട്ടത്തിൽ ശ്രേഷ്ഠൻ. അതുകൊണ്ട് വകരിഹു അൻ യഉമ്മഹും ഗൈറുഹു, വേറൊരാൾ ഇമാം നിൽക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം നിൽക്കുക എന്നായിരുന്നു പൊതുജനാഭിപ്രായം. ഏതായാലും പ്രശ്നം ഫലമ്മാ അതാഹുമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി ഒരിക്കൽ അവിടെ വന്നു. അഖ്ബറൂഹുൽ ഖബറ, നബിയോടും ഇവർ ഈ വർത്തമാനം പറഞ്ഞു, ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഫഖാല, അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, യാ ഫുലാൻ, ഈ സ്വഹാബിയെ വിളിച്ചിട്ട് ചോദിച്ചു, മാ യംനഉക അൻ തഫഅല മാ യഅമുറുക ബിഹി അസ്ഹാബുക, താങ്കളുടെ ബാക്കിൽ നിൽക്കുന്ന ആളുകളുടെ ആവശ്യപ്രകാരം പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്കുള്ള തടസ്സം എന്താണ്? വമാ യഹ്മിലുക അലാ ലുസൂമി ഹാദിഹി സൂറ ഫീ കുല്ലി റക്അ, എല്ലാ റക്അത്തിലും ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതിൽ നിങ്ങൾ എത്ര താല്പര്യം കാണിക്കുന്നതിന്റെ പിന്നിലുള്ള നിങ്ങളുടെ വികാരം എന്താണ്? ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നി വഹിബ്ബുഹ, ഞാൻ ആ സൂറത്തിനെയും ആ സൂറത്തിൽ പറയുന്ന ആശയങ്ങളെയും ജീവനേക്കാൾ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ അതേത് സമയവും പാരായണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന, ഹുബ്ബുക ഇയ്യാഹാ, നിനക്ക് ആ സൂറത്തിനോടും അതിൽ ആശയങ്ങളോടുമുള്ള സ്നേഹം അദ്ഖലകൽ ജന്ന, നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമായിരിക്കുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ആശംസ പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്,
ഒരാൾക്ക് ഇങ്ങനെ എല്ലാ റക്കായത്തിലും ഒറ്റ സൂറത്തിന്റെ ഓതി, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഓതിയിട്ട് ഒരു റക്കായത്തിൽ തന്നെ 2 സൂറത്തോ 3 സൂറത്തോ ഒക്കെ ഓതാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒറ്റ റക്കായത്തിൽ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്, അത് കഴിഞ്ഞ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, അത് കഴിഞ്ഞ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഒക്കെ ഓതാവുന്നതാണ്. അപ്പൊ അങ്ങനെ കുറെ സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് സംശയം ചോദിക്കാറുണ്ട്. കുഴപ്പമില്ല, 1-ലധികം സൂറത്തുകൾ 2-ലധികം സൂറത്തുകളൊക്കെ ഓതാവുന്നതാണ്. ഈ ഖുൽ ഹുവല്ലാഹു അഹദിന്റെ ഓരോ സൂറത്തിലും ഒരാൾ അങ്ങനെ ഈ സ്വഹാബിയെ പോലെ ആ കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നെങ്കിൽ അതിനും പ്രവാചകന്റെ അംഗീകാരം കിട്ടിയിട്ടുള്ള നടപടിയാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.